നമുക്ക് ഇന്ന് വെറും 3 അളവുകൾ വെച്ചിട്ട് എങ്ങനെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം ട്ടോ. ആദ്യം തന്നെ ബ്ലൗസ് ഉള്ളിലോട്ട് മടക്കി വെക്കുക. അതായത് നമ്മുടെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഉള്ളിലേക്ക് വെച്ച്, ഹുക്ക് ഭാഗം വരുന്നത് ഉള്ളിലേക്ക് വെച്ചിട്ട് പുറം ഭാഗം ബാക്ക് ഭാഗം മാത്രം മതി നമുക്ക് അളവിന്. അതാണ് ക്ലിയർ ആയിട്ട് അളവായിട്ട് എടുക്കേണ്ടത് ട്ടോ. ബാക്കിന്റെ ലെങ്ത് എടുത്തു. അത് 14 ഇഞ്ചാണ് വരുന്നത്. പിന്നെ വേണ്ടത് അതിന്റെ ചെസ്റ്റിന്റെ വണ്ണാണ്. അതങ്ങനെ മടക്കിയിട്ടതിന് ശേഷം ആ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് എടുത്ത് നോക്കുക. അപ്പൊ അവിടെ ഒരു 8:45 8:45 നിൽക്കുന്നത്. അപ്പൊ ബാക്ക് നിന്ന് എഴുതിയിട്ടിട്ട് ഞാനവിടെ 8:45 എഴുതിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് അടിവണ്ണാണ്. അടിവണ്ണം എടുക്കുക. 6 വരുന്നത്. അപ്പൊ വേസ്റ്റ് 6 എഴുതിയിടുക. എപ്പോഴും നിങ്ങൾ ബ്ലൗസ് വെച്ചിട്ട് അളവെടുക്കുമ്പോൾ ഇങ്ങനെ 3 അളവുകൾ നിർബന്ധമായിട്ട് എടുക്കണം. ഏറ്റവും ഈസി ആയിട്ട് ബാക്ക് ഒരു തെറ്റ് പോലും ഇല്ലാണ്ട് നമുക്കൊരു ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അളവെടുക്കാൻ അറിയാത്തവർ അല്ലെങ്കിൽ കട്ടിങ് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവെങ്കിലും എടുക്കാനായിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ കഴുത്ത് കണ്ടോ, ഇതുപോലെയാണ് ബാക്ക് നെക്ക് വെക്കേണ്ടത്. ടേപ്പ് മോളിൽ നിന്ന് വെച്ചു. കറക്റ്റ് ആ കഴുത്തിന്റെ എവിടെയാണോ മടക്കണേ ആ മടക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് ബാക്ക് കഴുത്ത് എത്രയാ വരുന്നതെന്ന്. അപ്പൊ ബാക്ക് കഴുത്ത് വരുന്നത് 8.5 ഇഞ്ചാണ്. സോറി, ഫ്രണ്ട് നെക്ക് അതിന്റെ ഒപ്പം തന്നെ എടുത്തു. 6.25 ഇഞ്ചാണ് ഫ്രണ്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ എടുത്താൽ മതി തൽക്കാലം നമുക്കിപ്പോ ഒരു ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. വലിയ തടിയൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ ഷോൾഡർ എപ്പോഴും ഒരു 5.5 എടുത്താൽ മതി. നല്ല തടിയുള്ള ആളാണെങ്കിൽ ഒരു 6 ഇഞ്ചൊക്കെ എടുക്കാം. ഒരു ഇടത്തരം വലിയ ഇതൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ 5.25 വരെ ആവാം. അതിനും കൂടുതൽ നമുക്ക് ബ്ലൗസിന് ഷോൾഡർ ആവശ്യമില്ല. അപ്പൊ ഈ 14 ഇഞ്ചിന്റെ കൂടെ നമുക്ക് ഇറക്കം എത്ര കൂട്ടണമെന്നുണ്ടെങ്കിൽ ബാക്കാണ് ആദ്യം വെട്ടിയെടുക്കുക ഞാൻ കേട്ടാ. ആദ്യം നല്ല ലൈനിങ് ആണ് വെട്ടണത്. ആ ലൈനിങ് കട്ട് ചെയ്യണേല് ബാക്ക് കട്ട് ചെയ്തെടുക്കും. അപ്പൊ ബാക്ക് കട്ട് ചെയ്തെടുക്കുമ്പോ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ അത് വെച്ച് നമുക്ക് പാറ്റേൺ വെച്ചിട്ട് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാനായിട്ടും പറ്റും. ഇതിപ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്തത് ലെങ്ത് 14 + 3/4 ഇഞ്ചാണ്. 14.25 എടുത്തു. പിന്നെ ബാക്ക് അളവ് നമ്മൾ പറഞ്ഞ 6 എടുത്തു. അതിനേക്കാളും വിട്ടിട്ട് എത്രയാണോ നിങ്ങൾക്ക് തയ്യൽ തുമ്പ് വേണ്ടത്, 2 ഇഞ്ചാണെങ്കിൽ 2 ഇഞ്ച്, 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച്, 1.5 ആണെങ്കിൽ 1.5 ഇഞ്ച്, അത് എത്ര ഇഞ്ച് നിങ്ങൾ കൂട്ടിയിടുക. പിന്നെ കഴുത്തിന്റെ അളവിന്റെ നമ്മളിപ്പോ ഒരു വൈഡ് എടുത്തു, ഷോൾഡർ എടുത്തു. ഷോൾഡർ 5.5 എടുത്തിരിക്കുന്നത്. വൈഡ് എടുത്തിട്ടുള്ളത് 2.5 ഒരു 2.5 ഇഞ്ച്, 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ. എന്നിട്ട് ബാക്കിന് ഇനി നമ്മൾ കഴുത്തിന്റെ ഈ കൈക്കുഴിയുടെ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ 5.5 ശരിക്കും നമ്മളൊരു സാധാരണ ഒരു ബ്ലൗസിന് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ കൈക്കുഴി മെഷർ ചെയ്യുക. പക്ഷെ നല്ല തടിയുള്ള ആളാണെങ്കിൽ അത് കൂടിയും കുറഞ്ഞൊക്കെ വരും. സോറി, കൂടി വരും. ഇതിപ്പോ ഒരു നോർമൽ വണ്ണുള്ള ഒരാളാണ്. ആളുടെ കൈക്കുഴി 5.5 ഇഞ്ചില് മറ്റേ ഇതുപോലെ 1.5 ഇഞ്ച് കയറ്റി വെച്ചതിന് ശേഷം ബാക്ക് കൈക്കുഴി വരച്ചു. ഇനി ബാക്കിലെ കഴുത്ത് നമ്മൾ മാർക്ക് ചെയ്തു. ബാക്ക് കഴുത്ത് 8.5 വരുന്നത്. അങ്ങനെ ഒരു സ്ക്വയർ ബോക്സ് വരച്ചു. അപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി, ഇത്രയൊന്നും വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. റൗണ്ട് വരയ്ക്കാന്നുണ്ടെങ്കിൽ റൗണ്ട് വരയ്ക്കാം കേട്ടോ. അങ്ങനെ വരച്ചു. പിന്നെ നമ്മൾ ആ ചെസ്റ്റിൽ ഒരു അളവ് എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു 8.25 കേസ്. ആ 8.25 അവിടെ മാർക്ക് ചെയ്യുന്നത്. 8.25 2 ഇഞ്ച് കൂടുതൽ ആഡ് ചെയ്തു. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ താഴോട്ട് നേരത്തെ വണ്ണം വരച്ച് കൂട്ടിയിട്ട് അളവിലേക്ക് വരച്ചു. ഇനി നിങ്ങൾക്ക് എളുപ്പവഴിക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഇതിന്റെ ആവശ്യമില്ല എങ്കിലും കാണിക്കാം. ഇങ്ങനെ മടക്കി വെച്ചിട്ട് ആ ബ്ലൗസ് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ഉള്ളിൽ കൊള്ളുന്നുണ്ടാവും, ബാക്ക് തുണി ഉണ്ടാവും. അപ്പൊ അതാണ് ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എപ്പോ ചെയ്യുമ്പോഴും ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് വരികയില്ല. നല്ല കുറച്ചും കൂടി നമുക്ക് എന്താ പറയാ, കട്ടിങ് ഈസി ആയിട്ട് തോന്നും. ഫ്രണ്ട് ചെയ്തിട്ട് ചെയ്യുന്നേക്കാളും കട്ടിങ് ഈസി ആയിരിക്കും. ഇതാ കഴുത്ത് വെട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇനി വരച്ചത് നമ്മൾ സാധാരണ കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്യാം. അല്ലാണ്ട് ഇങ്ങനെ ആകെ ശ്രദ്ധിക്കാണ്ട് കട്ട് ചെയ്യരുത്. കട്ടിങ്ങും ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ വരച്ചതിന്റെ കൂടെ മാത്രം കട്ട് ചെയ്ത് പോവുക. സോറി ട്ടാ, ടൈം അറിഞ്ഞത് ഞാൻ കാണുന്നില്ല. കാരണം ഒറ്റയാൾ പോരാട്ടാണല്ലോ. അവിടെ ക്യാമറ ഇരിക്കുന്നുണ്ടെങ്കിലും ഞാനത് അറിയുന്നില്ല. അത് കട്ട് ചെയ്യുന്ന നേരത്ത് ശ്രദ്ധിക്കാൻ മറന്നുപോയതാണ്. ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ബാക്ക് പീസ് നമ്മുടെ കട്ട് ചെയ്ത് കളഞ്ഞു. ആ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് അത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ലൈനിങ് ആണ് കട്ട് ചെയ്തെടുക്കല്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിപ്പോ ഒരു 3-4 ബ്ലൗസ് ഉണ്ട് അവരുടെ.
അപ്പൊ അതൊറ്റ ഇത് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുള്ളൂ. ഒരു എണ്ണം കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ ജസ്റ്റ് ഇത് ലൈനിങ് പോലെ പാറ്റേൺ വെച്ച് വരച്ചെടുക്കുകയാണ് ചെയ്യുക. ഇനി നമ്മൾ വരയ്ക്കുന്നത് ഫ്രണ്ട് പീസിന്റെ പോർഷൻ ആണ്. ഈ ബാക്ക് പീസിന്റെ ലൈനിങ് തന്നെ എടുക്കുക. ഫ്രണ്ട് പീസ് ബാക്ക് പീസിനേക്കാളും 1.5 ഇഞ്ച് വണ്ണം കൂടുതൽ വേണം അടിഭാഗം. കാരണം നിങ്ങൾക്ക് അറിയാം ടക്ക് പിടിക്കണം. ഈ കുട്ടിക്ക് 1.5 ഇഞ്ചാണ് ടക്ക് പിടിക്കുന്നത്, അതുകൊണ്ടാണ് 1.5 ഇഞ്ച് കൂടുതൽ എടുത്തത്. ഇതല്ലാണ്ട് നിങ്ങൾക്ക് നല്ലോണം കപ്പുള്ള ആൾക്കാരാണ്, അതായത് തടി കുറഞ്ഞിരിക്കുകയാണ്, കപ്പ് കൂടുതലാണ് വേണ്ടത്, അവർക്ക് അധികം ബ്രസ്റ്റ് സൈസ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ 1.5 എന്നുള്ളത് 2-2.5 നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. ഇതിപ്പോ അത്ര നോർമൽ ഒരു ബ്ലൗസിന്റെ അളവാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പൊ അതിനേക്കാളും വിട്ടിട്ട് ബാക്ക് പീസ് വെച്ചതിനേക്കാളും വിട്ടിട്ട് 1.5 ഇഞ്ച് കൂടുതൽ എടുത്തു. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്ര മാത്രം ഇതിൽ എക്സ്ട്രാ വരച്ചിട്ടുള്ളൂ. ആ 1.5 ഇഞ്ച് അടിയിലേക്ക് കൂടുതലും വരച്ചു, സൈഡിലോട്ട് 1.5 ഇഞ്ച് കൂടുതൽ വരച്ചു. പിന്നെ കൈക്കുഴി വരയ്ക്കുമ്പോ നമുക്ക് അറിയുണ്ടാവും ഫ്രണ്ട് കൈക്കുഴി എപ്പോഴും ഇറക്കി വരയ്ക്കണം. ഇതിപ്പോ സാധാരണ 5.5-യില് വീണ്ടും ഞാനൊരു സ്ക്വയർ ബോക്സ് പോലെ വരച്ചു. ആ സ്ക്വയർ ബോക്സിന് ശേഷം ഒട്ടും അതായത് ഒരു 3/4 ഇഞ്ചൊക്കെ ജസ്റ്റ് കയറ്റിയിട്ട് ഒരു റിഗാള് വരച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തു അവിടെ. ഇവിടെ ഒരു 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. 3-ന്ന് 2.5-യിലേക്ക് നമ്മളൊരു ബോട്ടിന്റെ ഷേപ്പിൽ ജസ്റ്റ് വരച്ചെടുക്കുകയാണ്. അതാണ് പട്ട. ഓക്കെ അല്ലേ? പിന്നെ ഇനി വേണ്ടത് ഫ്രണ്ട് പീസ് ആണ്. ആ ഫ്രണ്ട് പീസിലെ ഫ്രണ്ട് നെക്ക് ആണ്. ഫ്രണ്ട് നെക്ക് നമ്മൾ സാധാരണ പോലെ എപ്പോഴും നമ്മൾ അത് ഞാൻ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ബാക്ക് പീസ് വെച്ചപ്പോൾ ഞാൻ കുറച്ച് ഒരു 1/4 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് തള്ളി വെച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം വെക്കാണ്ട് എന്റെ ഭാഗത്തേക്ക് എന്ന് ഇങ്ങോട്ട് തള്ളി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി മോളിൽ നിന്നാണ് നമ്മൾ എപ്പോഴും ടക്ക് പിടിക്കേണ്ടത്. മോളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ആ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഇതിലേക്ക് പിടിച്ച് എത്രയാണോ അവരുടെ പോയിന്റ് അളവ് ആ പോയിന്റ് അളവിൽ മാർക്ക് ചെയ്തു. പിന്നെ 1.5 ഇഞ്ച് ഇവിടെയും 1.5 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് ഇത് മെയിൻ പോയിന്റ് ആണ്. മെയിൻ പോയിന്റ് വരച്ചെടുത്തു. അത് എന്തിനാ വരക്കണേന്ന് കൂടി പറഞ്ഞുതരാം കേട്ടോ. അത് വരച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ബ്ലൗസ് അവിടെ ഒരു ഷേപ്പ് വരണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച് ചെരിച്ച് വരയ്ക്കണം. ഇതാ കണ്ടോ? എങ്കിൽ മാത്രമേ നമുക്ക് അതൊരു ഭംഗിയിൽ ആ ഒരു ബ്ലൗസിന്റെ ഷേപ്പ് വരുള്ളൂ. ഇതാ. എന്നിട്ട് ഇപ്പൊ നമ്മൾ പട്ടയുടെ അടിഭാഗം കട്ട് ചെയ്തെടുക്കാം. നോർമലി നമ്മൾ കട്ട് ചെയ്യണത് എങ്ങനെയാണോ അങ്ങനെ കട്ട് ചെയ്തു. പട്ട കട്ട് ചെയ്യാണ് കേട്ടോ. പട്ട കട്ട് ചെയ്തു. പട്ട കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു എക്സ്ട്രാ വരച്ച 3/4 ഇഞ്ച് കട്ട് ചെയ്ത് കളയാണ് ചെയ്യണം. വേറെ ഒന്നും ചെയ്യണില്ല, അത് ജസ്റ്റ് കട്ട് ചെയ്ത് കളയണം. പിന്നെ നമ്മൾ നോർമൽ ഫ്രണ്ട് കഴുത്ത് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതിനനുസരിച്ച് അതൊന്ന് കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ആ സൈഡിൽ നിന്ന് നമ്മൾ നോർമൽ കട്ട് ചെയ്തെടുക്കണില്ലേ, അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നും നമുക്ക് അങ്ങനെ എക്സ്ട്രാ ഒന്നും പറയാനില്ല. അത് ഞാൻ പോയിന്റ് അറിയാൻ വേണ്ടി മാർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ ഇനി കുറെ വരയ്ക്കൊന്നുമില്ല, ഞാൻ ജസ്റ്റ് തയ്ക്കാൻ നേരത്തെ തയ്ക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തയ്ക്കുള്ളൂ, അതുകൊണ്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്തതാണേ. ഇതങ്ങനെ കട്ട് ചെയ്തു. ഇതിപ്പോ ഇങ്ങനെ വീഡിയോ എടുക്കണ കാരണം കേട്ടോ, അല്ലെങ്കിൽ തുണിയൊന്നും ഇതുപോലെ ശരിക്കൊന്നും ചെയ്യരുത്. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ചുളിക്കുമ്പോൾ അടിയത്തെ ഭാഗത്തൊക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ലേന്ന് നോക്കാനായിട്ട് മറക്കരുത്. അപ്പൊ ഇങ്ങനെ ചെയ്തു. ഇത് ചെയ്തതിന് ശേഷം അപ്പൊ ഇപ്പൊ നമുക്ക് മനസ്സിലായി ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തു. മനസ്സിലായോ? അപ്പൊ രണ്ട് ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുത്തു. പട്ട കിട്ടി, ഫ്രണ്ട് പോർഷൻ കിട്ടി, ബാക്ക് പോർഷൻ കിട്ടി. ഇനി സ്ലീവ് മാത്രമേ അതിൽ കട്ട് ചെയ്യാനുള്ളൂ. ബാക്കി എല്ലാതും ഈ സെയിം വെച്ചിട്ട് നമ്മൾ നല്ല തുണി വെച്ചിട്ട് പാറ്റേൺ വെച്ച് വെട്ടണം പോലെ ഇതതിന്റെ മുകളിൽ വെച്ച് നമ്മുടെ ആവശ്യം അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെയാണ് നമ്മൾ ലൈനിങ് ബ്ലൗസ് കട്ട് ചെയ്ത്. ഇപ്പൊ ലൈനിങ് ബ്ലൗസ് ആണ് കേട്ടോ, ഒറ്റ ബ്ലൗസ് അല്ല, ലൈനിങ് ബ്ലൗസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ലൈനിങ് വെട്ടിയെടുത്തത്. ഒറ്റ ബ്ലൗസ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നല്ല തുണി ചെയ്യും. എപ്പോഴും നിങ്ങൾ ഒരു പേപ്പറിൽ കട്ട് ചെയ്ത് നോക്കുക. കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണോ വരണത്, ഞാൻ മറ്റേ ബ്ലൗസ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം അളവ് വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് തെറ്റ് വരില്ല. നിങ്ങൾ എത്ര ചെയ്താലും നല്ല തുണിയിൽ വെട്ടി നശിപ്പിച്ച് കളയണ പോലെ വരില്ല. ബാക്ക് പീസ് എന്നിട്ട് കൈക്കുഴി വെട്ടി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, അതായത് ഒട്ടും തുണി വേസ്റ്റ് പോകാണ്ടിരിക്കാൻ കൈയ്യുമെന്ന് ഞാൻ തുണിയുടെ കൈക്കുഴിയുടെ ബാക്ക് കൈക്കുഴി വെച്ചിട്ടാണ് വേണം അളവെടുക്കാനായിട്ട്. കാരണം കൈക്കുഴിയാണ് കറക്റ്റ് ആയിട്ട് നോക്കാൻ പറ്റുള്ളൂ. ഫ്രണ്ട് കൈക്കുഴിയിൽ നമ്മൾ ടക്കൊക്കെ പിടിച്ചു കഴിയുമ്പോൾ ഭയങ്കര ചേഞ്ച് ആവും. അപ്പൊ അതുകൊണ്ട് അത് നോക്കണ്ട. ഫ്രണ്ട് കൈക്കുഴി വെച്ചിട്ട് അറിയാള് വരയ്ക്കുക.
ഇത് 3/4 സ്ലീവ്, 3/4 സ്ലീവ് എന്നാണോ പറയാ, എൽബോ സ്ലീവ് എന്നാണോ പറയാട്ടാ. അങ്ങനെയാണ് വരുന്നത്. 10 ഇഞ്ചാണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇത് സ്ലീവ് കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കാം. ഞാൻ എനിക്ക് പറ്റണതാണെങ്കിൽ പറയും. ഞാൻ നോർമലി തയ്ക്കണ പോലെയാണ്, അതായത് നമുക്ക് തെറ്റുകൾ ഉണ്ടാവില്ല. നമുക്ക് കുറെ ഇതൊക്കെ തയ്ച്ചു കഴിയുമ്പോൾ ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്ന ബ്ലൗസ് ആണ്, കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. മെഷർമെന്റുകൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബ്ലൗസ് തയ്ക്കാൻ